ഇപ്പൊ കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂസിന്റെ പിന്നിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ട്, നമ്മുടെ കേരള പോലീസ്. മോൻ്റെ മരണവും എൻ്റെ മോളെ അവസ്ഥയും എനിക്ക് അപ്പോഴൊന്നും പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടെ ഓട്ടിച്ചിട്ട് അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഇരുത്തി. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ കൂടെ SI വന്ന് പറഞ്ഞ്, ഇവിടുന്ന് പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങൾ വന്നൊരു പരാതി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പരാതി കൊടുത്തതുപോലെയല്ല അവരെഴുതിയത്. അവന് ജാമ്യം കിട്ടത്തക്ക രീതിയിലാണ് എഴുതി. അപ്പോഴത്തന്നെ ജാമ്യം വാങ്ങിച്ച് അവൻ പോയി. ഒരു കാലത്ത് പേടിച്ചു ഉറച്ചിരുന്ന കേരള പോലീസ് ഇന്ന് വെറും കുട്ടികളായി മാറി, കുട്ടിക്കളിയായി മാറിയിട്ടുണ്ട്. കാരണം ഒരു വിലയില്ലാണ്ട് ജനങ്ങളുടെ സംരക്ഷണത്തിനോ ഒന്നിനും ഒരു തരത്തിലുള്ള പ്രാധാന്യം നൽകാണ്ട് വെറും നിയമത്തിനും നിയമപാലകർക്കും വേണ്ടി മാത്രം ശബ്ദമുയർത്തുന്ന ഒരു തരം മെനകെട്ട ടീമായിട്ടുണ്ട് ഇന്ന് നമ്മുടെ കേരള പോലീസ്. ഉള്ള പോലെ പറയാലോ, നാണവും മാനവും ലേശം പോലും ഉളുപ്പും ഇല്ലാത്ത ഒരു ടീമായിട്ട് നമ്മുടെ കേരള പോലീസ് മാറിയിട്ടുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റുന്നെ പറ, നമുക്ക് നോക്കാമല്ലോ. എത്ര ആൾ പറയും? അതിനുള്ള മറുപടി എൻ്റെ അടുത്തുണ്ട്. കാരണം ഓരോ വരുന്ന കേസുകളിലും കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ കേസുകളുടെ പിന്നിലും സൂക്ഷിച്ചു നോക്കിയ കേരള പോലീസിന്റെ ഒരു അശ്രദ്ധ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ കേസും എന്തുകൊണ്ട് അധ്വാനിച്ച് പണി മേടിക്കാൻ വേണ്ടി അധ്വാനിച്ച് പോലീസിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോരുത്തരും തട്ടി മാറ്റിയിട്ട് പാർട്ടിക്കാരെയും അതുപോലെ ഞാൻ പറയണില്ല, അങ്ങനത്തെ കുറെ ആൾക്കാരെ മാത്രം ജോലിയിലെടുക്കുന്ന നമ്മുടെ കേരള ഗവൺമെന്റ്. ആര് ചിന്തിക്കണ്ടേ? മാറ്റങ്ങൾ വേണ്ടേ? മാറ്റങ്ങൾ വേണം, എല്ലാ മാറ്റങ്ങളും വേണം, നല്ലതിനു വേണ്ടി മാത്രം.